ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തുടർച്ചയായ 6 ദിവസം നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഒരു പുത്തൻ ഓൾ ടൈം ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈ ഇന്ന് ഭേദിച്ചു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽ നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ ഗംഭീരമായ റാലി രേഖപ്പെടുത്തി പോയപ്പോൾ നിഫ്റ്റി മാത്രം റാലി രേഖപ്പെടുത്താതെ ഒന്ന് മടിച്ചു നിന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫാണ് നിഫ്റ്റി അതിൻ്റെ ഏറ്റവും വലിയൊരു ബുള്ളിഷ്നെസ് ഉണ്ടാക്കി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ന്യൂസ്. രണ്ടാമതായി ഇന്ത്യൻ നാഷണൽ ഗോൾഡ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഗോൾഡ് ഡിമാൻഡ് 800 മുതൽ 900 ടൺ വരെ ഈ ഒരു വർഷം തന്നെ ഇൻക്രീസ് ആകുമെന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് പെർ ഔൺസിന് 2000-ന് മുകളിൽ പോയിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന US ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. ചൈനയുടെ ഇന്ന് ലോൺ പ്രൈം ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ റിയാലിറ്റി മേഖലയ്ക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീരുമാനമാണ് ചൈനീസ് ബാങ്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവേ നമുക്ക് കാണാൻ പറ്റുന്ന ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസുകൾ. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. ഓരോരോ പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. 20,040 സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്തു. ആദ്യത്തെ ഒരു കാൻഡിൽ റെഡ് ആയിരുന്നു, അതിനുശേഷം കൺസോൾഡേറ്റ് ചെയ്തു. പിന്നീട് പതിയെ നിഫ്റ്റി മുകളിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിൽ കൂടിയും വീണ്ടും 20,080 നിന്ന് അതിശക്തമായിട്ട് നിഫ്റ്റി മുന്നോട്ട് കുതിച്ചു. നിഫ്റ്റി 74 പോയിന്റ്, സെൻസെക്സ് 349 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 558 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തി. അപ്പോൾ സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഇന്ന് 74 പോയിന്റിന്റെ റാലി മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാരണം നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. എന്നാൽ സെൻസെക്സോ ബാങ്ക് നിഫ്റ്റിയോ മറ്റുള്ള ഇൻഡെക്സ് ഒന്നും തന്നെ നിഫ്റ്റീൻ്റെ പോലെ തന്നെ ഓൾ ടൈം ഹൈ അല്ല ഉള്ളത്. ഇനി അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ NSEയിൽ 1029 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1144 കമ്പനീസിൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച മിടുക്കന്മാർ പവർ ഗ്രിഡ് 4%, HDFC ബാങ്ക് 2.25%, ആക്സിസ് ബാങ്ക്, NTPC, കൊട്ടാക് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ 1 മുതൽ 2.25% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് ഹീറോ മോട്ടോകോർപ്പ്, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഐഷർ മോട്ടോഴ്സ്, TCS തുടങ്ങിയ കമ്പനീസ് 1.25% മുതൽ 4% വരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ 124 പോയിന്റിന്റെ ഒരു നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും ഫോൾ ആവാതെ 16 തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടും നമ്മൾ വളരെയധികം ജാഗരൂകരായി ഇരിക്കാനായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ബിറ്റ്കോയിൻ 52,323, MOX റഷ്യൻ മാർക്കറ്റ് റെഡാണ്, FTSE ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. അതിന് ഡാക്സിന് മുകളിലുള്ളതെല്ലാം തന്നെ ഇന്ന് ക്ലോസ് നടത്തിയ ഏഷ്യൻ മാർക്കറ്റാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ ഫ്ലാറ്റാണ്. വലിയ ഡീവോ വലിയ റാലി ഒന്നുമില്ല. അതിന് മുകളിൽ കാണുന്നത് ബ്രന്റ് ഓയിലാണ്. 82.91 ഡോളർ പെർ ബാരൽ. അതിന് മുകളിലുള്ളത് ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 04 പൈസ. അതിന് മുകളിലുള്ളത് ഗോൾഡ്. നമ്മൾ ന്യൂസിന്റെ ഹെഡ്ലൈൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഗോൾഡ് $10 ഉയർന്ന് $2027 പെർ ബാരൽ പെർ ഔൺസിൽ ട്രേഡ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ടില്ലെങ്കിലും ഡോ ഫ്യൂച്ചറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, നെഗറ്റീവാണ്. എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ കാണാം NVIDIA, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇന്റൽ എല്ലാം തന്നെ റെഡിലാണ്. ഇന്റൽ മാത്രം 3.24 പ്രീ മാർക്കറ്റിൽ ഗ്രീനാണ്. മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളും റെഡിലാണ്. US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിലുള്ള പെർഫോമൻസ് നമ്മൾ കുറച്ച് ആകെ നോക്കിയതാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 47,100 ആണ്. സപ്പോർട്ട് സോൺ 46,500, 46,000. റെസിസ്റ്റൻസ് സോൺ 47,500, 48,000 ആണ്. PCR 0.1 ആണ്. PCR എന്താണ് എന്നുള്ളതും ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ഏതോ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. PCR അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ പറ്റാത്ത ആളുകൾക്ക്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. രണ്ടിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അറിയിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം.
ഐ പി ഒയിലേക്ക് വരുമ്പോൾ ഇന്ന് വിവോ സ്റ്റീലിൻ്റെ IPO ഉണ്ടായിരുന്നു. ബമ്പർ ഹിറ്റാണ്. കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ബമ്പർ ഹിറ്റ് അടിച്ചു. 178% റാലി. ഇഷ്യൂ പ്രൈസ് 151, അവസാന പ്രൈസ് 425. IPOയിൽ ഞാൻ പങ്കെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇനി മുതൽ ഇത്തരം റാലി എല്ലാം തന്നെ കാണുമ്പോൾ IPOയിൽ പങ്കെടുക്കാനായിട്ട് വളരെയധികം കൊതി തോന്നാറുണ്ട്. ഇനി ഫോക്കസ് ചെയ്യണം. പേടിഎം നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇന്നും 5% അപ്പർ സർക്യൂട്ട്, ഇന്നലെയും 5% അപ്പർ സർക്യൂട്ട്. ഈ അപ്പർ സർക്യൂട്ട് ലിമിറ്റ് 5 ആയി ലിമിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നലെയും 10, ഇന്നും 10 പേടിഎമ്മിൽ കിട്ടിയേനെ. ടെക്കം ഓർക്കിഡ് സൈബർ ടെക്കിൻ്റെ ഏകദേശം പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തിട്ടുണ്ട്. $3.29 മില്യൺ മുടക്കി. ദീപക് ഫെർട്ടിലൈസർ കമ്പനി ഇവർ 15 വർഷത്തെ ലോങ് ടൈം കോൺട്രാക്ട് നോർവേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് സൈൻ ചെയ്തു. TFC ലിമിറ്റഡ് കമ്പനി, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കമ്പനിയാണ്. 5% റാലി ഉണ്ടാക്കി കമ്പനി. 248 കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീല് നടന്നതാണ് കാരണം. JSW ഇൻഫ്ര കമ്പനി, ഇവർക്ക് ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി $220 മില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ ഇവർക്ക് നോർത്ത് അമേരിക്കയിൽ നിന്ന് കിട്ടി. DLF റിയാലിറ്റി കമ്പനിയാണ്. ഹരിയാനയിൽ 28 ഏക്കർ ലാൻഡ് ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിപ്രോ IT കമ്പനിയാണ്. IBM ആയിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. IBM US ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു IT കമ്പനിയാണ്. XRO ടൈൽസ് കമ്പനി മാർച്ച് 12 ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ലിക്വിഡിറ്റി കൂടും. മണപ്പുറം ഫെബ്രുവരി 23 ഇവരുടെ ഫണ്ട് റൈസ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. സാഗിൽ പ്രീപെയ്ഡ് ഓഷൻ കമ്പനി, ഇത് ഫിനാൻഷ്യൽ മേഖലയിൽ സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ്. ഇന്ന് 15% റാലി രേഖപ്പെടുത്തി. കോൾമാൻ കമ്പനിയായിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതാണ് കാരണം. TVS സപ്ലൈ ചെയിൻ ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. റോൾസ് റോയ്സ് ആയിട്ട് 5 വർഷത്തെ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. റയമണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ കോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ ഈവൻ ഈ ഒരു കോട്ട് ബിസിനസ്സിൻ്റെ 60% വിപണി പങ്കാളിത്തമുള്ള കമ്പനിയാണ് റൈമണ്ട്. അതായത് ഇൻഷുറൻസ് മേഖലയിൽ എങ്ങനെയാണ് LIC, അതുപോലെയാണ് ഈ കോട്ട് സ്യൂട്ട്, ശരിക്കും വേർഡ് സ്യൂട്ട് എന്നാണല്ലോ, സ്യൂട്ടിൻ്റെ ബിസിനസ് ചെയ്യുന്ന കമ്പനിയായ റൈമണ്ട്. ഈ റൈമണ്ട് അതിനുശേഷം റിയാലിറ്റി മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മുംബൈയിൽ അവരുടെ പുതിയ പ്രോജക്റ്റുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരു പ്രത്യേക ബിസിനസ് ചെയ്യുന്ന ആളുകൾ അത് മാത്രം ചെയ്യണമെന്ന് യാതൊരു നിബന്ധനയില്ല. സ്വന്തം ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം വേറൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സമയമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യാം. സോട്ട ഹെൽത്ത് കെയർ കമ്പനി, ഇവരൊരു ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ്. ഇവർക്ക് ദവാ ഇന്ത്യ എന്ന് പറഞ്ഞ പേരിൽ ഇവർക്ക് ഒരു മെഡിക്കൽ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് ഇന്ത്യയിൽ മുഴുവനായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനി തീരുമാനമെടുത്തിട്ടുണ്ട്. ഈസി ട്രിപ്പ് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തുള്ള കമ്പനിയാണ്. റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ചെയിൻ ഈസി ട്രിപ്പായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അയോധ്യയിൽ പുതിയ ഹോട്ടൽസ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനം എടുത്തിട്ടുണ്ട്. IRCTC കമ്പനി വക്താക്കളൊക്കെ പറയുന്നത് Q3 ഇവർക്കുണ്ടായ ഒരു ബിസിനസ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യും, നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ എല്ലാം തന്നെ വളരെയധികം അടിപൊളി ട്രെയിനാണ്. നിങ്ങൾ കയറാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇപ്പം ഞാൻ കോഴിക്കോടൊക്കെ പോകുന്നത് ഇപ്പോൾ വന്ദേ ഭാരതിലാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും IRCTC പോലെയുള്ള കമ്പനീസിന് ഗുണം ചെയ്യും. കാരണം ഒരു മൊണോപ്പൊളി കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ അത്ര വലിയ ഒരു ഇൻട്രസ്റ്റ് ഇവരുടെ സ്റ്റോക്ക് 1200 നിന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഇല്ല. പക്ഷേ ഇപ്പോൾ ആളുകൾക്കെല്ലാം തന്നെ താല്പര്യം കൂടി വരുന്നുണ്ട് IRCTCയിൽ. എനിവേ, നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.